ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ വായനാ സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ഡിസംബർ 3, ഒന്നാമത്തെ വായനാഭാഗം. യോബിൻ്റെ പുസ്തകം 3-4 അധ്യായങ്ങൾ. യോബിനെ കാണാനായിട്ട്, യോബിൻ്റെ കഷ്ടം അറിഞ്ഞിട്ട് എലീഫസ്, ബിൽദാദ്, സോഫർ എന്നീ 3 സുഹൃത്തുക്കൾ വന്നിരിക്കുകയാണ്. വന്ന് മുമ്പ് കണ്ട യോബിൻ്റെ ശാരീരികമായ ഇന്നത്തെ അവസ്ഥ കണ്ട്, കഷ്ടം കണ്ട് അവർ ആകെ നിലവിളിച്ച് സഹനീയമായി വന്നിരുന്ന് കരഞ്ഞ് ഒന്നും മിണ്ടാൻ കഴിയാതെ 7 ദിവസമാണ് ഇരുന്നത്. 8ാമത്തെ ദിവസം അവർ മിണ്ടാതിരുന്നേനെ. പക്ഷേ അവർ പിന്നെ സംസാരിക്കുന്നുണ്ട്. അതിന് കാരണമാകുന്ന ഒരു കാര്യമാണ് നമ്മൾ 3-ാം അധ്യായത്തിൽ വായിക്കുന്നത്. ഇങ്ങനെ ഇരുന്നിട്ട് യോബാണ് സംസാരിച്ചു തുടങ്ങുന്നത്. യോബ് സംസാരിക്കുന്നത് തന്നെ കുറിച്ചാണ്. താൻ ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ താൻ ജനിച്ചത് കൊണ്ട് ആണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. തൻ്റെ ജനനത്തെക്കുറിച്ച് തന്നെ പറഞ്ഞാണ് തുടങ്ങുന്നത്. ഞാൻ ജനിച്ച ദിവസവും ഒരാൺ ഉൽപ്പാദിച്ചു എന്ന് പറഞ്ഞ ആ രാത്രി നശിച്ചു പോകട്ടെ. അപ്പം നമ്മൾ പറയുമല്ലോ, പ്രസവിച്ചു, ആൺകുഞ്ഞാണ് എന്ന് പറയില്ലേ, അതുപോലെ ആൺ ഉൽപ്പാദിച്ചു എന്ന് പറഞ്ഞ രാത്രി നശിച്ചു പോകട്ടെ, ആ നാൾ ഇരുണ്ടു പോകട്ടെ, മേലിൽ നിന്ന് ദൈവം അതിനെ കടാക്ഷിക്കരുത്. അപ്പോൾ ഒരു ഭാഗികമായെങ്കിലും ഒരു നിരാശയുടെ ഒരു വാക്കുകളാണ് നമ്മളവിടെ വായിക്കുന്നത്. ഞാൻ ജനിക്കാതിരുന്നാൽ മതിയായിരുന്നു, ഞാൻ ജനിക്കാതിരുന്നെങ്കിൽ ഈ കഷ്ടമൊന്നും ഞാൻ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ജനിച്ച ദിവസത്തെയും തൻ്റെ ജീവിതത്തെയും ഒക്കെ ശപിക്കുകയാണ്. അത് അന്ന് ഗർഭധാരം അടച്ചാൽ മതിയായിരുന്നു, എൻ്റെ കണ്ണിന് കഷ്ടം മറച്ചില്ലല്ലോ, ഞാൻ ഗർഭപാത്രത്തിൽ വിളിച്ച് മരിച്ചാൽ മതിയായിരുന്നു, മരിക്കാത്തത് എന്ത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അങ്ങനെ അതിൽ തന്നെ അത്തരം വാക്കുകൾ കാണുമ്പോൾ ഈ തൻ്റെ ജനനത്തെ കുറിച്ച്, അല്ലെങ്കിൽ ജനിച്ചതിന് ശേഷം മരിച്ചു പോകാത്തത്. അപ്പം ഞാനൊന്നും അറിയില്ലായിരുന്നല്ലോ, ഇതിപ്പോൾ ഞാൻ ഇത്രയും നാൾ ജീവിച്ചിരുന്നു, എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഞാൻ അധ്വാനിച്ച് ജീവിച്ചൊക്കെ വരുമ്പോൾ ഈ കഷ്ടവും കൂടെ വരുമ്പോൾ ഇതെല്ലാം ഞാൻ അനുഭവിക്കേണ്ടതാണല്ലോ. അതുകൊണ്ട് ഞാൻ ഇല്ലാതിരുന്നത് തന്നെ ഇല്ലാതിരുന്നെങ്കിൽ അതായിരുന്നു നല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വർത്തമാനം. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം ഇവിടെ അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വരുന്നത്, ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു, ഞാൻ ഭയപ്പെട്ടിരുന്നത് തന്നെ എനിക്ക് ഭവിച്ചു. അതിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ, ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു, ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് ഭവിച്ചു. നമുക്ക് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ക്രിസ്തുവിൻ്റെ ആ പ്രസംഗം, അല്ലെങ്കിൽ ആ ഗിരിപ്രഭാഷണം എന്നൊക്കെ പറയുന്ന ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, നാളേക്കായി വിചാരപ്പെടരുത്. അപ്പം ഇവിടെ സംഭവിക്കുന്നത് അതാണ്. എൻ്റെ നാളെയെക്കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ ഭയപ്പെട്ടിരുന്നു. അങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യും, ഇത് സംഭവിച്ചാൽ എന്ത് ചെയ്യും, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ വന്നാൽ എന്ത് ചെയ്യും എന്നൊക്കെ ഞാൻ ചിന്തിക്കുകയും ഭാരപ്പെടുകയും ഭയപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്നാണ്. ഈ നാളേക്കായി വിചാരപ്പെടരുത് എന്ന് പറയുന്ന ആ ഭാഗത്ത് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളെ പുല്ലിനെ, താമരയെ ഒക്കെ ചമയിച്ച ദൈവം, ശലോമോൻ പോലും തൻ്റെ ഏറ്റവും മഹാത്മ്യത്തിൽ അണിഞ്ഞൊരുങ്ങുമ്പം ഈ പുല്ലിൻ്റെ ഭംഗിയോ താമരയുടെ ഭംഗിയോ ഇല്ലായിരുന്നു. അപ്പം അങ്ങനെ ഉള്ള ഇന്ന് ജനിക്കുകയും നാളെ നശിച്ചു പോവുകയും ചെയ്യുന്ന താമരയെയും പുല്ലിനെയും ഒക്കെ ഞാൻ സംരക്ഷിക്കുന്നു, നടത്തുന്നുവെങ്കിൽ പിന്നെ കാക്കകളുടെ പറയുന്നുണ്ട്, കാക്കകൾ അധ്വാനിക്കുന്നില്ല, തങ്ങൾ നൂൽക്കുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല, അവയെ ഞാൻ പോറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിസ്സാരരായ അതിനെയൊക്കെ ഞാൻ പോറ്റുന്നുവെങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാളും എത്രയോ മേൽത്തരമായ മനുഷ്യർ, അതിനേക്കാളും മേൽത്തരമായ ദൈവത്തെ വിശ്വാസി ഞാൻ നിങ്ങളെ എത്രയധികം പോറ്റുമെന്നാണ്. അതുകൊണ്ടാണ് പറയുന്നത് നാളത്തേക്കായി വിചാരിച്ചു. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അത് അവിടെ പറയുന്ന വാക്യം ഇങ്ങനെയാണ്, ഇന്ന് ഉള്ളതും നാളെ അടുപ്പിൽ ഇടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. ആകയാൽ എന്ത് ഉടുക്കും, എന്ത് തിന്നും, എന്ത് കുടിക്കും എന്ന് നിങ്ങൾ വിചാരപ്പെട്ടിരുന്നു. ഇവയൊക്കെ ജാതികളാണ് അന്വേഷിക്കുന്നത്. സ്വർഗസ്വനായ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് മുന്നേ അറിയുന്നുവല്ലോ. അതുകൊണ്ട് മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ഇതാണ്
ക്രിസ്തു നമുക്ക് തരുന്ന ഉപദേശം. പക്ഷെ ഇവിടെ അദ്ദേഹം പറയുന്നത്, ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു, ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് ഭവിച്ചു, ഞാൻ സ്വസ്ഥനായില്ല, വിശ്രമിച്ചില്ല, ആശ്വസിച്ചതുമില്ല, പിന്നെയും അതിവേദന എടുക്കുന്നു. അപ്പോൾ ഈ വേദനയെ സംബന്ധിച്ച് തന്നെയാണ് അതിൻ്റെ പറയുന്നത്. അതിൻ്റെ ഭാഗത്തിൽ താൻ ജനിക്കാതിരുന്നെങ്കിൽ നന്ന്, അതുപോലെ ഞാൻ ചില കാര്യങ്ങളൊക്കെ ഭയപ്പെട്ടിരുന്നു, ആ ഭയപ്പെട്ടതുപോലെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. അപ്പോൾ അത് ആവശ്യമില്ലാത്ത കാര്യമാണ്. ഭയപ്പെടുന്നത് തന്നെ സംഭവിക്കും. നമ്മളൊരു കാര്യം തന്നെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അത് മനസ്സിൻ്റെ പവറാണ്. അതുപോലെ തന്നെ വാക്കുകൾക്ക് പവറുണ്ട്. അതൊക്കെയും നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ്. അതുകൊണ്ട് അതൊക്കെ വിട്ട് ആണ് ജീവിക്കേണ്ടത്. ഇത്രയും സംസാരിച്ച് കഴിഞ്ഞപ്പോൾ 4-ാം അധ്യായത്തിൽ കാണുന്നത് എലീഫസ് സംസാരിക്കുന്നതാണ്. എലീഫസ് അതിന് മറുപടി പറയുന്നതാണ് നമ്മൾ കാണുന്നത്. നിന്നോട് സംസാരിപ്പാൻ തുനിഞ്ഞാൽ നീ മുഷിയുമോ? എന്നാൽ വാക്കടക്കുവാൻ ആർക്ക് കഴിയും? നീ പലരെയും ഉപദേശിച്ച് തളർന്ന കൈകളെ ശക്തീകരിച്ചിരിക്കുന്നു. അപ്പം അങ്ങനെയാണല്ലോ ഈ പ്രായമുള്ള ആൾക്കാർ, സക്സസ് ആയ ആൾക്കാർ, അവരിൽ നിന്ന് ഉപദേശം സ്വീകരിക്കാൻ ആൾക്കാർ വരും. അവർ ഉപദേശിച്ചാൽ ആരും മുഷിയത്തുമില്ല. അവർ ഉപദേശിച്ചാൽ അത് കേൾക്കും, വില കൊടുക്കും. നീ പലരെയും ഉപദേശിച്ചു തളർന്ന കൈകളെ ശക്തീകരിച്ചിരിക്കുന്നു, വീഴുന്നവനെ നിന്റെ വാക്ക് താങ്ങി, കുഴയുന്ന മുഴങ്കാൽ നീ ഉറപ്പിച്ചിരിക്കുന്നു, ഇപ്പോൾ നിനക്ക് ഭവിച്ചതിൽ നീ വിഷാദിക്കുന്നു. ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസവും ഒക്കെ വന്നവരെ നീ ബലപ്പെടുത്തുകയും അവരെ താങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്, അവർക്ക് ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിനക്കിപ്പോൾ അങ്ങനെ വന്നപ്പോൾ നീ അതിനെക്കുറിച്ച് വിഷമിക്കുകയും വിഷാദിക്കുകയും ഭ്രമിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. നിന്റെ ഭക്തി നിന്റെ ആശ്രയമല്ലയോ? നിന്റെ നടപ്പിൻ്റെ നിർമ്മലത നിന്റെ പ്രത്യാശയല്ലയോ? അപ്പോൾ അതൊരു വലിയ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നിന്റെ ഭക്തി നിന്റെ ആശ്രയമല്ലേ? നിന്റെ നടപ്പിൻ്റെ നിർമ്മലത നിന്റെ പ്രത്യാശയല്ലേ? ഓർത്തു നോക്കുക, നിർദോഷിയായി നശിച്ചവനാർ, നേരുള്ളവർ എവിടെ മുടിഞ്ഞു പോയിട്ടുള്ളൂ? ഞാൻ കണ്ടെടുത്തോളം അന്യായം ഉഴുത് കഷ്ടത വിതയ്ക്കുന്നവൻ അത് തന്നെ കൊയ്യുന്നു. ദൈവത്തിൻ്റെ ശ്വാസത്താൽ അവർ നശിക്കുന്നു, അവൻ്റെ കോപത്തിൻ്റെ ഊനത്താൽ മുടിഞ്ഞു പോകുന്നു. അപ്പോൾ ഇവിടെ ചുരുക്കമായി പറയുന്നത്, നീ ദൈവത്തെ ആശ്രയിച്ച് ദൈവത്തെ അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ നീ ഇതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട കാര്യമില്ല. നിനക്കൊരു പ്രത്യാശയില്ലേ? ആ പ്രത്യാശ നിനക്ക് നഷ്ടപ്പെട്ടു പോയോ? അപ്പോൾ ഇതൊന്നും സാരമുള്ളതല്ല. പിന്നീട് അത് ശരിയായി വരും, അല്ലെങ്കിൽ അസുഖമൊക്കെ ഭേദമാകും എന്നുള്ള വിശ്വാസം നിനക്കില്ലേ? നീ ദൈവത്തെ ആശ്രയിക്കുന്നില്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് എലീഫസ് പറയുന്നത്, അങ്ങനെ നീതിമാനായിരുന്ന ഒരുവൻ ഇങ്ങനെയൊന്നും കഷ്ടത സഹിക്കേണ്ടി വന്നിട്ടില്ല. എലീഫസ് ചുരുക്കമായിട്ട് പറയുന്നത്, അത് നീ അനുഭവിക്കുന്നത് നിന്റെ തെറ്റുകളുടെ ശിക്ഷയാണ് എന്ന ആശയത്തിലാണ്. അല്ലാതെ ദൈവം അങ്ങനെ നീതിമാന്മാരായ വിശ്വാസികളായ നല്ലവരായ ആൾക്കാർക്ക് ഒരു കുറ്റവും ഒരു കുറവും വരുത്തുകയില്ല. നീ ഇത് അനുഭവിക്കുന്നെങ്കിൽ നിന്റെ ഭാഗത്ത് സാരമായ എന്തോ വിഷയമുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പറഞ്ഞു വരുന്നത്. ഇത് 5-ാമത്തെ അധ്യായത്തിലും ഈ എലീഫസ് തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയൊക്കെ നമുക്ക് നാളത്തെ വായനയിൽ നമുക്ക് വായിക്കാവുന്നതാണ്. 2-ാമത്തെ വായനാഭാഗം യോനായുടെ പുസ്തകം 4-ാം അധ്യായം. 4-ാം അധ്യായത്തോടു കൂടി ഈ പുസ്തകം അവസാനിക്കുകയാണ്. അപ്പം നിനവേയിൽ ചെന്ന് അവിടുത്തെ ജനത്തോട് ദൈവത്തിൻ്റെ അരുളപ്പാട് പറയാൻ പറയുന്നു. 40 ദിവസം കഴിഞ്ഞാൽ അവരുടെ ദുഷ്ടതയും അവരുടെ തെറ്റായ ജീവിതമാർഗവും കൊണ്ട് ആണ് ഈ ശിക്ഷ വരുന്നത്. അവർക്ക് 40 ദിവസം കഴിഞ്ഞ് നിനവേ പട്ടണം പൂർണ്ണമായി നശിച്ചു പോകുമെന്ന് പറയുമ്പോൾ അവിടെയുള്ള ജനം രാജാവടക്കം രട്ടിലിരുന്ന് ഉപവാസത്തോടെ മൃഗങ്ങൾക്ക് പോലും ആഹാരം കൊടുക്കാതെ അവരെ കഠിനമായ ഉപവാസം എടുക്കുകയാണ്. അപ്പോൾ അത് കണ്ടിട്ട് ദൈവം അവരോട് മനസ്സലിഞ്ഞ് അവർക്ക് വരുത്തി തീർക്കുമെന്ന് വിചാരിച്ച ആ അനർത്ഥം വരുത്തിയില്ല. എന്നാൽ 4-ാം അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ യോനയ്ക്ക് ഇത് അത്യന്തം അനിഷ്ടമായി. അവന് കോപം വന്നു. മറ്റൊന്നുമല്ല, ഞാൻ പറഞ്ഞില്ലേ 40 ദിവസത്തിനകത്ത് 40 ദിവസമാകുമ്പോൾ നിനവേ നശിച്ചു പോകുമെന്ന് പറഞ്ഞത്. അപ്പോൾ യോന പറയുന്നത്, ഞാൻ നിനവേ നശിച്ചു പോകുമെന്ന് ഞാൻ പോയി പറഞ്ഞു, അത് സംഭവിക്കണമെന്നുള്ളതാണ്. സംഭവിക്കുമ്പോഴേ പറഞ്ഞതിന് വില വരും. ഞാൻ പറഞ്ഞു വെറുതെ വെറും വാക്കായിപ്പോയല്ലോ, ഞാൻ പറഞ്ഞത് സംഭവിക്കാത്തത് കൊണ്ട് ഞാൻ വെറുതെ പറഞ്ഞതായിപ്പോയി. ദൈവത്തോട് പറയുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, നീ മഹാദയും കരുണയും ഒക്കെയുള്ള ദൈവമാണെന്നറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിനവയിലേക്ക് ആദ്യം പോകാതെ തർശീശിലേക്ക് പോയത്. എനിക്കറിയാം നീ ഇതൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുമെന്നുള്ളത്. ആകയാൽ യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന്. കാരണം മറ്റൊന്നുമല്ല, ഞാൻ പറഞ്ഞ കാര്യം സംഭവിച്ചില്ല. ഞാൻ എന്ന വ്യക്തി ഒന്നുമല്ലാതായി. അവർ നോക്കുമ്പോൾ എന്തുവാ,
ആ യോന വന്ന് ഇവിടെ 40 ദിവസത്തിൽ കഴിയുമ്പോൾ ഇത് നശിച്ചു പോകുമെന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞ പോലെ സംഭവിച്ചില്ല. എന്ന് പറയുമ്പോൾ യോന വെറും വാക്ക് പറഞ്ഞു എന്നായി. ഇതിനേക്കാൾ എനിക്ക് മരിച്ചു പോകുന്നതാണ് നല്ലത് എന്ന് പറയുകയാണ്. നീ കോപിക്കുന്നത് വിഹിതമോ എന്ന് യഹോവ തിരിച്ചും ചോദിക്കുക. നീ കോപിക്കുന്നത് ശരിയാണോ എന്ന് ദൈവവും ചോദിക്കുന്നത്. യോന നഗരം വിട്ട് ചെന്ന് നഗരത്തിൻ്റെ കിഴക്കേ വശത്ത് പോയി അവിടെ പോയിരുന്നു. അവിടെ ഒരു കുടിലുണ്ടാക്കി ഈ നഗരത്തിന് എന്ത് സംഭവിക്കുന്നു കാണുവോളം കാത്തിരുന്നു. അപ്പോൾ അവിടെ യോനെ അവൻ്റെ സങ്കടത്തിൽ നിന്ന് വിടിപ്പാൻ തക്കവണ്ണം അവൻ്റെ തലയ്ക്ക് തണലായിരിക്കാൻ വേണ്ടി ദൈവം ഒരു ആവണക്കുണ്ടാക്കി. ആവണക്ക് മരം, ആ മരം ഉണ്ടാക്കിയിട്ട് അത് പൊങ്ങി ഇങ്ങനെ തണലായിട്ട് ഇരുന്നു. അപ്പം ഇപ്പം തണലത്താണ് യോനായിരിക്കുന്നത്. അപ്പം അങ്ങനെ അത് വളർന്നു പൊങ്ങി വളരെ സന്തോഷമായി. ഈ വെയിൽ കൊള്ളാതിരിക്കാൻ പറ്റിയല്ലോ എന്ന് ആയി. എന്നാൽ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കിയിട്ട് ആ ആവണക്ക് കുത്തിക്കളഞ്ഞു. അത് വാടിപ്പോയി. സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമുള്ള ഒരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി. വെയിൽ യോനയുടെ തലയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ച് മരിച്ചാൽ കൊള്ളാൻ നിശ്ചിച്ചു. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിച്ച് നന്ന് എന്ന് പറഞ്ഞു. ഇവിടെ ഈ ആവണക്കില്ലാത്തത് കൊണ്ടാണ് ഇപ്പൊ യോനയ്ക്ക് കോപം വന്നത്. ആ ആവണക്ക് നശിച്ചുപോയി, അതവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത്. അപ്പം ദൈവം, നീ ഈ ആവണക്ക് നിമിത്തം കോപിക്കുന്നതും വിഹിതമാണോ? അപ്പം നേരത്തെ നിനവേ നശിച്ചു പോകാത്തത് കൊണ്ട് നീ കോപിക്കുന്നത് വിഹിതമാണോ? ഇന്ന് ഇതാ ഈ ആവണക്ക് നശിച്ചു പോയതിനെ കുറിച്ച് നീ കോപിക്കുന്നത് വിഹിതമാണോ എന്ന് ചോദിച്ചു. ഞാൻ മരണപര്യന്തം കോപിക്കുന്നത് വിഹിതം തന്നെ എന്ന് യോന ഉത്തരവും പറയാണ്. ദൈവം അതിന് മറുപടി പറഞ്ഞത്, നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രിയിൽ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്ന ആവണക്കിനെ കുറിച്ച് നിനക്ക് ഈ അയ്യോ ഭാവം തോന്നുന്നുവല്ലോ. എന്നാൽ വലം കൈയും ഇടം കൈയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 1,20,000 പരം ജനം, മനുഷ്യർ, അനേക മൃഗങ്ങളുമുള്ള മഹാനഗരം, അത് നശിച്ചു പോകാതിരിക്കാൻ തക്കവണ്ണം എനിക്ക് നിനവയോട് അനുഭാവം തോന്നുന്നത്, അല്ലെങ്കിൽ അയ്യോ ഭാവം തോന്നിക്കൂടെ? നിനക്ക് ഈ ആവണക്കിനോട് ഇത്ര ഇത് തോന്നിയെങ്കിൽ എനിക്ക് ഈ 1,00,000 ചില്ലുവാനം ആൾക്കാരുള്ള ഒരു നഗരത്തിന്, ആ 1,00,000 ചില്ലുവാനം മനുഷ്യരെ എനിക്ക് അവരോട് അനുകൂലമായിക്കൂടെ? എനിക്ക് അവരെ രക്ഷിച്ചൂടെ? അവരെ നശിപ്പിക്കാതിരുന്നുകൂടെ? ഇതാണ് ദൈവം ചോദിക്കുന്ന ചോദ്യം. ഈ അധ്യായം ഇപ്പം ഇത് ദൈവജനമോ അല്ലെങ്കിൽ ദൈവത്തെ അറിയുന്ന ഇസ്രായേലായിട്ടുള്ള മനുഷ്യരല്ല നിനവേലുള്ളത്. ഇസ്രായേലിനെ ഉപദ്രവിച്ച, ഇസ്രായേലിന് ശത്രുതയുള്ള ഒരു ജനമാണ്. അവിടെ അവരുടെയും ദൈവമാണ് യഹോവയായ ദൈവം. ആ ദൈവം അവരെ രക്ഷിക്കണം എന്നുദ്ദേശിച്ച് തന്നെയാണ് ഈ വിവരം പോയി പറയാനായിട്ട് യോനയോട് പറയുന്നത്. യോനായി പോയി പറയുന്നുണ്ട്, ദൈവം ആഗ്രഹിച്ചതുപോലെ അവർ മാനസാന്തരപ്പെടുന്നുമുണ്ട്. പക്ഷെ മാനസാന്തരപ്പെട്ടത് അവർക്ക് ഗുണമായി. അതുകൊണ്ട് അവർ ആ കഷ്ടത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. അപ്പോൾ ഇത് യോനയ്ക്ക് ഇഷ്ടമായില്ല എന്നുള്ളതാണ് അവിടുത്തെ സങ്കടകരമായൊരു കാര്യം. യോന പോയി പറയുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സോടുകൂടി അല്ല യോന അവിടെ പറയുന്നത്. യോന പറയാൻ ഏൽപ്പിച്ചൊരു പണി പറയുകയും ഞാൻ പറഞ്ഞത് സംഭവിക്കുകയും വേണമെന്നുള്ളതാണ് യോനയുടെ ചിന്ത. എന്നാൽ ദൈവത്തിൻ്റെ പർപ്പസ് അതല്ല. ഇതാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ടത്. ദൈവത്തിൻ്റെ ചിന്തയും ദൈവത്തിൻ്റെ പർപ്പസും അല്ല മനുഷ്യന്. അപ്പോൾ മനുഷ്യനല്ല ദൈവം, ദൈവമല്ല മനുഷ്യൻ. മനുഷ്യൻ ചിന്തിക്കുന്നതല്ല ദൈവം ചിന്തിക്കുന്നത്, ദൈവം ചിന്തിക്കുന്നതല്ല മനുഷ്യൻ ചിന്തിക്കുന്നത്. അത് തക്കതായ വാക്യങ്ങളുമുണ്ട് അതിന്. അപ്പം അത് ഈ പുസ്തകത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവത്തിൻ്റെ പർപ്പസ് എന്താണോ ആ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിൽക്കേണ്ടത്, അല്ല നമ്മുടെ ഇഷ്ടത്തിന് ദൈവം നിൽക്കാനല്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പുസ്തകത്തിൽ. അതുപോലെ നമുക്ക് ഈ യോനയെ സംബന്ധിച്ച് യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ യോന പ്രവാചകനെ കുറിച്ചും നിനവയെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അവർ ചില അടയാളം ചോദിക്കുന്നുണ്ട്. നീ ഒരു അടയാളം ചെയ്ത് കാണുമ്പോൾ ഞങ്ങൾ ഇച്ഛിക്കുന്നുവെന്ന് പരീശന്മാരും ശാസ്ത്രിമാരും വന്ന് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിന് 32-ാം വാക്യം മുതൽ. അപ്പോൾ അവിടെ വെച്ച് പറയുന്നത്, ദോഷവും വിചാരമുള്ള തലമുറ അടയാളം തിരയുന്നു. യോന പ്രവാചകന്റെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കില്ല. ആ അടയാളം ഈ യേശുക്രിസ്തു പറയുന്ന സമയത്ത് സംഭവിച്ചിട്ടില്ല. അത് യേശുക്രിസ്തുവിന്റെ മരണവും അടക്കവും ഉയർപ്പുമായിട്ട് ആയിട്ടുള്ള അടയാളമാണ് യോനയുടെ അടയാളം. യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിലിരിക്കും
നിനവേക്കാർ ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ചെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവർ യോനായുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ. ഇതാ യോനായിലും വലിയവൻ എന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ യോനായിലും വലിയവൻ, മോശയെക്കാളും വലിയവൻ ആയ ക്രിസ്തു ആണ് നിങ്ങളോട് സംസാരിക്കുന്നതെന്നാണ്. പക്ഷേ യോനയുടെ പ്രസംഗം കേട്ട് ലക്ഷത്തിൽ ചില്ലുവാൻ ആൾക്കാർ അവിടെ മാനസാന്തരപ്പെട്ട് മാറി. എന്നാൽ നിങ്ങൾ ദൈവജനം, യോന പറയുമ്പോൾ അവിടെ കേൾക്കുന്ന നിനവേക്കാർ ഇസ്രായേലിലോ ദൈവജനമോ ദൈവത്തെ അറിയാവുന്നവരോ യഹോവ അറിയാവുന്നവരോ അല്ല. പക്ഷെ ആ അറിയാത്തവർ അത് കേട്ട് മനം തിരിഞ്ഞ് മാനസാന്തരപ്പെട്ടു. എന്നാൽ നിങ്ങൾ ദൈവമാണ്, നിങ്ങളുടെ യഹോവയാണ് നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ പറയും. അബ്രഹാമിൻ്റെ, ഇസ്ഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവമാണ് ഞങ്ങളുടെ ദൈവമെന്ന് പറയും. അതുപോലെ തന്നെ യെരുശലേം ദേവാലയത്തിനെ കുറിച്ച് ഒത്തിരി പുകഴും ഒക്കെ ചെയ്യും. പക്ഷേ നിങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നില്ല, പ്രമാണിക്കുന്നില്ല. മറിച്ച് നിങ്ങൾ മാനുഷിക കൽപ്പനകൾ, ഈ ശാസ്ത്രിമാരും പുരോഹിതന്മാരും പരീശന്മാരെയും ഒക്കെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ മാനുഷിക കൽപ്പനകൾ ഉണ്ടാക്കി അത് ജനത്തിൻ്റെ മണ്ടയ്ക്ക് കെട്ടിവെച്ച് അവരെ കൂടുതൽ കഷ്ടത്തിലും ബുദ്ധിമുട്ടുമാക്കുന്നു. എന്നാൽ നിങ്ങൾ അതൊന്നും തൊടാൻ പോലും നിങ്ങൾ തയ്യാറാകുന്നില്ല. അതിൽ ആ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കുന്നില്ല, മറ്റുള്ളവരോട് പറയുകയും ചെയ്യുന്നു. പക്ഷേ അതൊക്കെ മാനുഷിക കൽപ്പനകളാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ ഘനമേറിയ കാര്യങ്ങൾ, നിങ്ങൾ ചീര, ജതകൊപ്പ ഇങ്ങനെയുള്ള നിസാര കാര്യങ്ങളിൽ നിങ്ങൾ കാർക്കശ്യം കാണിക്കുന്നു. എന്നാൽ വിലയേറിയ കാര്യങ്ങളെ നിങ്ങൾ ത്യജിച്ച് കളയുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്രിസ്തു ഈ നിനവയിൽ നടന്ന പ്രവചനവും നിനവയിൽ നടന്ന ജനത്തിൻ്റെ മാനസാന്തരവും അവരെ വിടുവിച്ച ദൈവത്തിൻ്റെ കാര്യമൊക്കെ അതുപോലെ തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിലും ഇതേ കാര്യം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ യോനായുടെ 4 അധ്യായങ്ങൾ നീണ്ട ചെറുപുസ്തകം ഇവിടെ അവസാനിക്കുകയാണ്. 3-ാമത്തെ വായനാഭാഗം എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം. ലേഖനകർത്താവ് തുടർന്നും ഇവിടെ യേശുക്രിസ്തുവിനെ വരച്ചു കാട്ടുന്ന ആ ജോലിയിൽ വ്യാപൃതനാകുകയാണ്. അദ്ദേഹം കൂടുതൽ കൂടുതൽ തെളിവുകളോടുകൂടി യേശുക്രിസ്തുവിൻ്റെ ആ സാന്നിധ്യത്തിൻ്റെ പ്രാധാന്യം, യേശുക്രിസ്തുവിൻ്റെ ലൂടെയുള്ള ദൈവിക പദ്ധതി, യേശുക്രിസ്തു ഒരു മനുഷ്യനായിരിക്കെ തന്നെ യേശുക്രിസ്തു എങ്ങനെയാണ് നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുന്നത്, ന്യായപ്രമാണത്തിൽ ആ ക്രിസ്തുവിൻ്റെ സ്ഥാനം, ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളുടെ സ്ഥാനം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ന്യായപ്രമാണത്തെ സംബന്ധിച്ചാണ് ആദ്യം പറഞ്ഞത്. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലാണത്രേ. അപ്പോൾ അതാണ് അദ്ദേഹം പറയുന്നത്, നന്മകളുടെ നിഴലാണ്. അത് കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ല, അത് നിഴലാണ്. അപ്പം അതുകൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്ത് വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. കാളകളുടെയും ആട്ടുകൊട്ടന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. അതുകൊണ്ടാണല്ലോ ഒരാൾ തന്നെ വീണ്ടും 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 യാഗങ്ങൾ അർപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഒരിക്കലും അതൊരു സമ്പൂർണ്ണമായൊരു പാപക്ഷമയിലേക്ക് അത് പോകുന്നില്ല. അവിടെ ഈ എഴുത്തുകാരൻ പൗലോസപ്പോസ്തലനാണെങ്കിൽ അദ്ദേഹം അവിടെ കോട്ട് ചെയ്തിരിക്കുന്ന ഒരു വാക്യമാണ്, ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്കൊരു ഒരുക്കിയിരിക്കുന്നു. സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അതാണല്ലോ നൂറ്റാണ്ടുകളായി സംഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ആ വരവിനെ സംബന്ധിച്ചുള്ള ഒരു എഴുത്താണ്. അപ്പം യേശുക്രിസ്തു പറയുന്നതായിട്ടാണ്, ദൈവം വഴിപാടും ഒന്നും ഇച്ഛിച്ചില്ല, പക്ഷേ ആ വഴിപാടിലൊന്നും നീ പ്രസാദിച്ചില്ല, കാരണം വഴിപാടുകളൊക്കെ വെറും വഴിപാടുകളായിപ്പോയി. അപ്പോൾ അപ്പോഴാണ് പറയുന്നത്, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. എവിടെ മുതൽ എഴുതിയിരിക്കുന്നു? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം മുതൽ യേശുക്രിസ്തുവിനെക്കുറിച്ച്, മലാഖി പുസ്തകത്തിൻ്റെ അവസാനം വരെ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള എഴുത്തുകളുണ്ട് പുസ്തക ചുരുളുകളിൽ. ആ പുസ്തക ചുരുളിൽ ഒരു പുസ്തക ചുരുളിലാണ് ഈ പ്രവചനവും എഴുതിയിരിക്കുന്നത്. ദൈവമേ ഞാൻ വരുന്നു, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് പറയുന്നത്. ഇപ്പോൾ ന്യായപ്രമാണപ്രകാരം കഴിച്ചു വരുന്ന യാഗങ്ങളും വഴിപാടുകളും സർവാംഗ ഹോമങ്ങളും പാപയാഗങ്ങളും ഇന്ന് നീ ഇച്ഛിച്ചില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് പറയുന്നത്, ഇതാ ഞാൻ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നുവെന്ന്. അപ്പോൾ അതുകൊണ്ട് അവൻ രണ്ടാമത്തേനെ സ്ഥാപിക്കാൻ ഒന്നാമത്തേനെ നീക്കിക്കളയുന്നു എന്നും ലേഖനകർത്താവ് ഇവിടെ പറയുന്നു. എന്നിട്ട് യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരുന്നു കൊണ്ട് തൻ്റെ ശത്രുക്കളെ തൻ്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക്
സദാകാലത്തേക്കും ഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. അത് പരിശുദ്ധാത്മാവും നമുക്ക് സാക്ഷീകരിക്കുന്നു. എന്നിട്ടുള്ള ഒരു പ്രവചനം, യിരെമ്യാ പ്രവാചകനിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച ഒരു പ്രവചനം, ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതുമെന്ന് കർത്താവിൻ്റെ അരുളപ്പാട്. എന്നിട്ട് ചില ഉപദേശങ്ങളിലൂടെ പറയുന്നത്, ഇവരോട് പറയുന്നത്, പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്തതിന് വിശ്വസ്തനല്ലോ. അപ്പോൾ അത് നിങ്ങൾ ഇതുവരെ സ്വീകരിച്ചത് മുറുകെ പിടിച്ചുകൊള്ളണം, നിങ്ങൾ കൈവിട്ട് കളയരുത്, നിങ്ങൾ ഉപേക്ഷിക്കരുത്, നിങ്ങൾ പിന്മാറിപ്പോകരുത് എന്ന് തന്നെയാണ് അവിടെ എബ്രായരോട് പറയുന്നത്. താഴെ പറയുന്നുണ്ട്, ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാം നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും അത് അധികമധികമായി ചെയ്യേണ്ടത്. അപ്പോൾ അവർ സഭായോഗങ്ങളിൽ അലംഭാവം കാണിക്കുന്നില്ല, എല്ലാ സഭായോഗങ്ങളിലും പങ്കെടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഈ അകൽച്ച കൂടി വരും. ഒരാഴ്ച വന്നില്ല, ഒരു ദിവസം, ഒരാഴ്ചയിൽ ഒരു ദിവസം വന്നില്ലെങ്കിൽ അത്രയും അകൽച്ച, 2 ആഴ്ച വന്നില്ലെങ്കിൽ വീണ്ടും അകൽച്ച, 3 ആഴ്ച 4 ആഴ്ചയൊക്കെ കഴിഞ്ഞാൽ പിന്നെ എത്ര വിചാരിച്ചാലും ഒരു സഭായോഗത്തിലേക്ക് വരാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവും. ഇത് മനസ്സിലാക്കിയിട്ടാണ് ലേഖനകർത്താവ് അവരോട് പറയുന്നത്, സഭായോഗങ്ങൾ ഉപേക്ഷിക്കരുത്, അത് മുടക്കം കൂടാതെ പങ്കെടുക്കേണ്ടതാകുന്നു, ഒരു സഭായോഗം പോലും ഉപേക്ഷിക്കരുത്. അപ്പം നമുക്കറിയാമല്ലോ, 5-6 ദിവസം 7 ദിവസം കൂടുമ്പോഴാണ് നമ്മളൊന്ന് വരുന്നത്, നമ്മുടെ സഹോദരങ്ങളെ കാണുന്നത്. അത് ആ ഒരാഴ്ച വന്നില്ലെങ്കിൽ നമ്മുടെ ഗ്യാപ്പ് എത്ര ദിവസത്തെ എന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പ്രബോധനം കേൾക്കാൻ കഴിയത്തില്ല, ഒരുമിച്ചിരുന്ന് പാട്ട് പാടാൻ കഴിയത്തില്ല, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. ഗ്യാപ്പ് 10-14 ദിവസത്തെ ഗ്യാപ്പ് വരെയാണ്. ഈ 14 ദിവസത്തെ ഗ്യാപ്പ് നമ്മളെ അത് ഗുണകരമാകത്തില്ല, നമുക്കത് ദോഷം ചെയ്യും. അത് ഒരാഴ്ച കൂടെ വന്നില്ലെങ്കിലോ 21 ദിവസത്തെ ഗ്യാപ്പ് വരെയാണ് സഹോദരങ്ങൾ തമ്മിൽ കാണുന്നത്, ഒരുമിച്ചിരുന്ന് ആരാധിക്കുകയും ഒരുമിച്ചിരുന്ന് പാടുകയും പ്രബോധനം കേൾക്കുന്നതിൻ്റെ ഒക്കെ. ഇത് നമ്മളെ വചനത്തിൽ നിന്നും ദൈവീക കാര്യങ്ങളിൽ നിന്നും അകറ്റും, അറിഞ്ഞ സത്യത്തിൽ നിന്ന് അകറ്റും ഒക്കെ ചെയ്യും. അതുകൊണ്ടാണ് അത് ചെയ്യരുതെന്ന് പറയുന്നത്. ഇനി പറയുന്ന കാര്യം, നമ്മൾ 6-ാം അധ്യായത്തിൽ വായിച്ച ഒരു കാര്യത്തെ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് തന്നെ ഇവിടെ പറയും. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം 26-ാം വാക്യം മുതലാണ്, മനഃപൂർവ്വം പാപം ചെയ്താൽ അവനെ നുള്ളുകയും ഇടിക്കുകയും ചെയ്യുന്ന പാപങ്ങളെക്കുറിച്ചല്ല, ഈ ദൈവത്തെ അല്ലെങ്കിൽ ക്രിസ്തുവിനെ ഏറ്റെടുത്ത് വിശ്വാസത്തിലേക്ക് വന്നവർ അതിനെ പിന്മാറിപ്പോവുകയോ അല്ലെങ്കിൽ അത് സംബന്ധിച്ച് ചെയ്യുന്ന പാപത്തെക്കുറിച്ചാണ്, അല്ലാതെ ഒരു പെൻസിൽ മോട്ടിച്ച കാര്യത്തെക്കുറിച്ചല്ല. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനിയൊരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിമേ ഉള്ളൂ. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും, ഇതാണ് ഇവിടുത്തെ പ്രധാന കാര്യം, ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിചാരിപ്പിൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം വീട്ടുമെന്നും കർത്താവ് തൻ്റെ ജനത്തെ ന്യായം വിധിക്കുമെന്നും അരുളി ചെയ്തവനെ നാം അറിയുന്നുവല്ലോ. ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ 6-ാം അധ്യായത്തിൽ പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് ഇവിടെ കുറച്ചുകൂടെ ഇതായിട്ട് പറയുന്നത്, എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കുത്തുകാശിയായി ഭവിച്ചവർക്കും ആ വക അനുഭവിക്കുന്നവർക്കും കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുവിൻ. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. അവിടെ ഇന്ന് പ്രതികൂലത്തിൻ്റെ മധ്യയാണ് ജീവിക്കുന്നത്, നിന്ദയുടെ മധ്യയാണ് ജീവിക്കുന്നത്, ഒരു മടക്കി പോക്കിനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൻ്റെ ഇടയിലാണ് അവർ ജീവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. അതിനുള്ള സാഹചര്യം ആണ് ഇപ്പം നിലനിൽക്കുന്നതെന്ന് അറിയുന്നത് കൊണ്ടാണ് ലേഖനകർത്താവ് അങ്ങനെ പറയുന്നത്. തള്ളിക്കളയരുത്, നിങ്ങൾ പിടിച്ചു നിൽക്കണം എന്ന് പറയാം. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. സഹിച്ചു നിന്നാലേ ഒക്കെയുള്ളൂ. അത് ആരെയും സഹിക്കാനൊക്കത്തില്ല. വചനം വായിച്ച് ദൈവത്തിലുള്ള വിശ്വാസത്താൽ ആ സഹനത്തിൽ നിന്ന് അന്ത്യത്തോളം സഹിച്ചു നിന്ന് രക്ഷിക്കപ്പെട്ടിട്ടില്ല ആരും. യേശുക്രിസ്തു മാത്രമേ രക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. ഇനിയുള്ളവരെല്ലാം രക്ഷിക്കപ്പെടുവാനുള്ളവരാണ്. രക്ഷിക്കപ്പെടുവാനുള്ളവരേ ഉള്ളൂ ഇനി. ആ രക്ഷിക്കപ്പെടുവാനുള്ളവർ, എന്താ രക്ഷിക്കപ്പെടുവാനുള്ളവരെ കുറിച്ച് പറയുന്നത്? അവസാനത്തോളം സഹിച്ചു നിൽക്കും,
എന്നാൽ രക്ഷിക്കപ്പെടും. അവസാനത്തോളം സഹിച്ചു നിൽക്കുക, എന്നാൽ രക്ഷിക്കപ്പെടും. അപ്പോൾ അവസാനത്തോളം സഹിച്ചു നിൽക്കണം. അതാണ് ഇവിടെ പറയുന്നത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിനവൻ പ്രസാദം. ഇതൊക്കെ പഴയ പുസ്തകത്തിലെ കോട്ടുകളാണ് കേട്ടോ. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിനവൻ പ്രസാദമില്ല. എന്നിട്ട് ലേഖനകർത്താവ് പറയും, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രയാകുന്നത്. ഈ വാക്കുകളാൽ എബ്രായരെ ബലപ്പെടുത്തുകയാണ് ഇവിടെ ലേഖനകർത്താവ് ചെയ്യുന്നത്. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല. നിങ്ങളെ പിൻവലിക്കുകയും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും നിങ്ങളെ വഴിതെറ്റി നടക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നവരൊക്കെ ഈ പറഞ്ഞ നാശത്തിൽ പോകാനുള്ളവരാണ്. അവരുടെ ആ കൂട്ടത്തിൽ നിങ്ങൾ പിന്മാറി അവരുടെ കൂട്ടത്തിലായി തീരരുത്. വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലുള്ളവരാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ വിശ്വസിച്ച് ആ വിശ്വാസത്തിൽ തന്നെ നിലനിന്നുകൊണ്ട് ജീവരക്ഷ പ്രാപിക്കുക ഉള്ള കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾ ജീവരക്ഷ പ്രാപിക്കണം. അപ്പം അതാണ് ഇവിടെ ലേഖനകർത്താവ് എബ്രായ വിശ്വാസികളെ, യഹൂദ വിശ്വാസികളെ, യഹൂദ ക്രിസ്ത്യാനികളെ ഇവിടെ ശക്തിപ്പെടുത്താനും ബലപ്പെടുത്തുവാനും ഒക്കെ ഉപയോഗിക്കുന്ന ഹൃദയസ്പർശിയായ വാക്കുകൾ. 3 വായനാ ഭാഗങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വായനാ ഭാഗങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നന്ദി.